ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തമണികൾ എന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ ശരീരബലം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ ഈ കഞ്ഞി 7 ദിവസം നമ്മൾ കുടിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഉലുവയാണ്. അത് നല്ലപോലെ കഴുകി നമ്മൾക്ക് കുതിരാനായിട്ട് വെക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ മാത്രമാണ് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഉലുവ ഓവർനൈറ്റാണ് കുതിരാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഉലുവ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉലുവ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. പ്രതിരോധശേഷി കൂട്ടാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിൽ മിൽക്ക് തോനുണ്ടാവാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ. അപ്പം ഞാനിതാ ഉലുവ കഴുകി കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബൗളിലേക്ക് ആ കപ്പിന് തന്നെ 1/4 കപ്പോളം ചെറുപയർ ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുതിരാനായിട്ട് വെക്കുക. ഉലുവ കുതിരാനായിട്ട് വെച്ചതിൻ്റെ ഒപ്പം തന്നെയാണ് ചെറുപയറും കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെറുപയർ ചേർത്ത് കൊടുക്കുമ്പോൾ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതപ്പോൾ നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ചെറുപയറും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരണം. ഇതപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഉലുവയിലെ വെള്ളം കളയില്ല കേട്ടോ. ഈ ഉലുവയിലെ വെള്ളം അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ആ വെള്ളത്തോടുക്കനെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഞവരരിയാണ്. ഇതിപ്പോൾ നമ്മുടെ എല്ലാ കടകളിലും മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. 1/2 കിലോന് 70 രൂപയായിരുന്നു ഈ പാക്കറ്റിന്. അപ്പോൾ ഇത് എല്ലാ ഷോപ്പിലും മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിലാണ് ഞവരരി എടുത്തിട്ടുള്ളത്. ഇത് കുതിരാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതിന് ഒരുപാട് വേവൊന്നുമില്ല. തവിടോട് കൂടിയിട്ടുള്ള ഈ ഞവരരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. മിനറൽസ്, ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അയോൺ കണ്ടൻ്റൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരി എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയരി, പച്ചരി, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് തവിട് കളയാത്ത മട്ടരി ഇതൊക്കെ വെച്ച് കഞ്ഞി ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഈ ഒരു അരി വെച്ച് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉലുവ കുതിർത്ത് വെച്ചത് ആ വെള്ളത്തോടുക്കനെ തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറുപയർ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഞവരരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കുക, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഉലുവ കുതിർത്ത വെള്ളം കൂടാതെ ഒരു 4 കപ്പ് വെള്ളത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഞവരരിയുടെ ഒരു ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഒരു 4 മുതൽ 5 കപ്പ് വരെ വെള്ളം മതിയാവും കേട്ടോ. ഇനിയിത് കുക്കർ മൂടിയിട്ട് നമുക്കിത് വേവാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 5 വിസിൽ കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 വിസിലുകൊണ്ട് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയ ശേഷം ഞാനിതാ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കഞ്ഞിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 കപ്പാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. നമ്മൾ ഉലുവൊക്കെ ചേർത്തതിനെ കൊണ്ട് തന്നെ കുറച്ച് കട്ടിക്കാണ് ഇത് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാലാണ്. അപ്പോൾ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കഞ്ഞിക്ക് എത്രത്തോളം തിക്നെസ് വേണം, എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളതിന് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ആദ്യം ചേർത്ത് കൊടുത്തത് 2ാം പാലാണ്. 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മധുരം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി ഒഴിക്കുക. നമ്മുടെ കരിപ്പട്ടി ശർക്കരയൊക്കെ ഉണ്ടേ, അതൊക്കെ വേണമെങ്കിൽ ഉരുക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്.
അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതുപോലെ തള വരുന്ന സമയത്ത് ഞാൻ 1 കപ്പ് നല്ല കുറുകിയ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് കൈ വിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ലപോലെ ചൂടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കഞ്ഞി കേടുവരാതിരിക്കുള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കാതിരിക്കരുത്, അപ്പോൾ പിരിഞ്ഞു പോവും. ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒട്ടും കയ്പില്ലാതെയാണ് ഈ കഞ്ഞി കിട്ടിയിട്ടുള്ളത്. മക്കൾക്ക് വരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, അവർ വരെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർക്കിടകത്തിൽ നിങ്ങളിതുപോലെ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുക കേട്ടോ. സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഞവരരിയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും എല്ലാ ഷോപ്പിലും മേടിക്കാനും കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി എന്നുണ്ടെങ്കിൽ എല്ലാതും അതിൻ്റെ പകുതി അളവിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.